ഒരു അതെ, നമുക്ക് എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥികളുണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ നിൽക്കുന്ന മണ്ണ് പാളയം വാർഡാണ് അല്ലെ? അപ്പൊ പാളയം വാർഡിൽ ആരാണ് താര സ്ഥാനാർത്ഥി എന്ന് നോക്കുമ്പോൾ എല്ലാവരും ഒരുപക്ഷെ താരങ്ങളാണ്. പക്ഷേ എങ്കിൽ കൂടി ഒരു സ്പെഷ്യൽ ആയ സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥിയിലേക്ക് നമ്മൾ ആദ്യം പ്രസിഡന്റ് ആണ്. ഏഷ്യൻ ഗെയിംസിൽ 2 മെഡലുകൾ നേടിയ ആളാണ്. ശ്രീ പത്മിനി തോമസ് ആണ്. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എങ്ങനെയുണ്ട് പോരാട്ടം? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കുക അങ്ങനെ ഒരു ശീലം ഉണ്ടോ ഇപ്പൊ ഈ ക്യാമ്പയിൻ തുടങ്ങിയതിനു ശേഷം? ഉണ്ട്. കാര്യം ഞാൻ ഇതിനിടയ്ക്ക് മ്യൂസിയത്തിൽ വന്നിരുന്നു, അവരെല്ലാരെയും കണ്ടിരുന്നു. കാര്യം ഞാൻ അറിയുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാം വരുന്നത്. കാര്യം ഇതിന്റെ തൊട്ട് പുറകിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ എന്നും രാവിലെ ഒരു 4:45 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇതുവഴി പോവും. മ്യൂസിയത്തിലേക്കും കനോക്കുന്നിലും ഒക്കെ നടക്കുന്ന ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. ഇവിടെ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഇന്നലെയും കൂടെ ഞാൻ പോയി. പക്ഷെ ഇപ്പം വളരെ കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 7-7:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ പര്യടനങ്ങളിൽ കാര്യം വീടുകളിൽ പോകണം. കാര്യം അവര് ഈ എല്ലാരും ജോലിക്ക് പോകുന്നവരാ. സിറ്റിയെ സംബന്ധിച്ച് പോകുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അതാണ് എന്നെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഈ പാളയം വാർഡില് 6000-ഓളം വരുന്ന വോട്ടുണ്ട്. 2000-ഓളം കുടുംബങ്ങളുണ്ട്. ഇപ്പം ചില വാർഡുകൾ സ്ഥലങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാവരെയും കാണണം. എല്ലാ വീട്ടിലും പോകണം. ഏറെക്കുറെ കണ്ടു കഴിഞ്ഞോ? ആളുകളെ കണ്ടു കഴിഞ്ഞോ? ഞാൻ 2ാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പൊ അവരുടെ ആവശ്യങ്ങള് ചെല്ലുമ്പോഴത്തേക്ക് പറയുന്ന കാര്യം. പിന്നെ എനിക്കൊരു വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുമ്പോഴേ നമ്മുടെ നാട്ടുകാർ പറയും അറിയാം, ഒന്നും ചോദിക്കണ്ട. അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു നിറവാണ്. രാവിലെ ഞാനൊരു സ്കൂട്ടറിലാണ് ഈ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നും രാവിലെ കാണുന്ന ഒരു മുഖമാണ്. അതുകൊണ്ട് നമ്മൾ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്യമായിട്ടും കാര്യം ഞാൻ എന്റെ പാളയത്ത് തന്നെ ഞാൻ സ്ഥാനാർത്ഥിയായതിലും അവിടെയുള്ള ജനങ്ങൾക്ക് എന്നെ അറിയാം. എനിക്ക് ജനങ്ങളെയും അറിയാം. സ്നേഹമുള്ള നാട്ടുകാര് എന്നെ വിജയിപ്പിക്കുമെന്നാണ്. പഴയ ഒരു മുൻ കായിക താരമാണ്. ഏഷ്യൻ ഗെയിംസിലടക്കം രാജ്യത്തിന് അഭിമാനമായ കായിക താരമാണ്. മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. അപ്പോൾ ആ മേഖലയൊക്കെ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്തുന്ന അനുഭവമാണ്. ആ ഒരു അനുഭവം എങ്ങനെയാണ് ചുരുങ്ങിയ വാക്കുകൾ പറയുകയാണെങ്കിൽ? മനസ്സിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷെ റെയിൽവേയിലെ ഔദ്യോഗിക ജീവിതത്തിൽ നമുക്ക് രാഷ്ട്രീയം കൊണ്ടുവരാനായിട്ട് പാടില്ല. എന്നാൽ സ്പോർട്സിനകത്ത് ഏത് തസ്തികയിലും നമുക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ റെയിൽവേയിലെ ജോലി ഒരു സൈഡിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ആ സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായത്. എനിക്കൊരു ത്രില്ലാണ്. ഇതെനിക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഇപ്പം ഞാനൊരു വീട്ടിൽ കയറി കഴിയുമ്പോൾ അവർ പറയും, ഞാൻ ചോദിച്ചു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇവിടെ? ഉണ്ട്. നമ്മുടെ ഈ നാട്ടിലെ എൻ്റെ വാർഡിലെ ഏറ്റവും വലിയ പ്രശ്നം ജലക്ഷാമമാണ്. പല വീടുകളിലും വെള്ളമില്ല. അവർ ചോദിക്കുന്നു 5 മണിക്ക് വന്ന് 5:30 മണിക്ക് വെള്ളം തീരുന്നു. കുട്ടികളെ പോകണം, ഓഫീസിൽ പോകണം, തുണി അലക്കണം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിന് മുമ്പ് ഇത് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നാണ് നിന്നത്. അതിനെപ്പറ്റി ഒരു അന്വേഷണം തന്നെ വേണം. എന്നാന്ന് വെച്ചാൽ സ്മാർട്ട് സിറ്റി വന്നിരുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ കുടിവെള്ളം ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ചില വീടുകളിൽ കുടിവെള്ളം എത്തുന്നില്ല. അത് ആ പദ്ധതിയെ ഒന്ന് കുറച്ച് കാണിക്കാൻ അല്ലേ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ശരി, എന്തായാലും 2ാം ഘട്ടത്തിലേക്ക് പ്രചാരണം കടന്നു എന്ന് പറഞ്ഞല്ലോ. ഇത്തവണ വലിയ പ്രതീക്ഷ വെച്ച് BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്താൻ ഇത്തവണ ഭരണപക്ഷത്തെത്തും എന്ന വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. അതെ, കണിശമായിട്ടും BJP കോർപ്പറേഷനിൽ ഭരണത്തിൽ എത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ് ഒരുപാട് കൗൺസിലർമാർ കൂടും. കാര്യം ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇവിടെ മാറ്റം വരണം, ഇതിനൊരു മാറ്റം വരണം. മാറി മാറി ഭരിക്കുന്ന കോർപ്പറേഷനിൽ ഒന്നുമില്ല, ഒരു ഉന്നമനവും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളാണ്. നമുക്കറിയാം ഈ മ്യൂസിയത്തിൽ നടക്കാൻ വരുന്ന ജനങ്ങളെ പട്ടികടിക്കുന്നു. അതെ, കണ്ടു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറേ പട്ടികൾ. തെരുവുനായ്ശല്യം അതിരൂക്ഷമാണ്. ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യമാണ്. കാര്യം ഇതിന് 4 ഡോറാണുള്ളത് മ്യൂസിയത്തിനകത്തേക്ക് കയറാൻ. വലിയ ഡോറും ഒരു ചെറിയ ഡോറും. അതൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പട്ടിയൊന്നും കയറത്തില്ല. അതുപോലെ ഒരു പ്രാവശ്യം കടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിനകത്ത് പട്ടി എന്നെ ഞാൻ മിനിഞ്ഞാന്ന് അവിടെ പോയപ്പോഴത്തേക്ക് പറഞ്ഞു ഇനിയും പട്ടികളുണ്ട് ഇതിനകത്ത്. അപ്പം ഇത് വന്നിട്ട് പോലും അത് മാനേജ് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളും ഒപ്പം BJPയെ നേരിടുന്ന BJP അലട്ടുന്ന വലിയ പ്രതിസന്ധികളും ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം അന്ന് തിരുമല അനിലിന്റെ ആത്മഹത്യ, ഇപ്പോൾ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ. അപ്പോൾ BJPയുടെ ആരോപിക്കപ്പെടുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, ഈ പാർട്ടിക്കകത്ത് തിരുവനന്തപുരത്ത് പാർട്ടിക്കകത്തെ ഭിന്നത. അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ കാര്യമായി വലക്കും എന്നൊരു ആശങ്കയുണ്ടോ?
ഇല്ല, കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയിൽ ഭിന്നതയൊന്നുമില്ല. നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. മരണങ്ങളുണ്ടായി, അതിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ കാരണങ്ങൾ അവിടെ ഉണ്ടായ ചില ഒരു ബാങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കാതെ വരുന്ന ഒരു സാഹചര്യം, അത് പ്രവർത്തകർ മാത്രമല്ല എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. അന്വേഷണത്തിൻ്റെ പരിധിയിലായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പം അഭിപ്രായമൊന്നും പറയുന്നില്ല. എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും വരാതിരിക്കട്ടെ, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പഴയ കോൺഗ്രസ്സുകാരിയാണ് എന്ത് കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് എത്തിയത്? എന്തായാലും അതൊരു അടഞ്ഞ അധ്യായമാണ്. ഞാനത് തുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ BJP-യിലല്ലേ. അതുപോലെ കഴിഞ്ഞ കോൺഗ്രസ് ആയാലും ഒരു കാര്യം പറയാം, അവിടെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഇല്ല കോൺഗ്രസ് പാർട്ടിയിൽ. അറിയാം, നമുക്ക് ഇപ്പം അസംബ്ലി ഇലക്ഷൻ ആയാലും എത്ര സ്ത്രീകൾക്കാണ് ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നത്. എന്നാൽ BJP ഗവൺമെൻറ് ഇപ്പം കേന്ദ്രത്തിലായാൽ സ്പോർട്സിൽ നിന്നായാലും സിനിമയിൽ നിന്നായാലും എത്ര പേരാണ് അതിനകത്ത് MP-യും MLA-യും ഒക്കെ ആയിട്ടിരിക്കുന്നത്. അവർ കൂടുതൽ പ്രാതിനിധ്യം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് BJP-യുടെ പ്രചാരണ തന്ത്രങ്ങൾ? ഇവിടെ കോർപ്പറേഷനിലെ വികസനത്തിൽ ഊന്നിയാണോ, അതല്ല ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള ഒരുപാട് വിവാദങ്ങളുണ്ടല്ലോ, സർക്കാരിന്റെ പൊതുവെയുള്ള ഒരു ഭരണ വിലയിരുത്തൽ, അതൊക്കെ ഊന്നിയുള്ള പ്രചാരണമാണോ മുന്നോട്ട് പോകുന്നത്? അല്ല, ഒരിക്കലും അല്ല. നമുക്ക് ഈ കോർപ്പറേഷൻ വിജയിച്ചെടുക്കുക, ഭരണം പിടിച്ചെടുക്കുക, വേറുള്ള കാര്യങ്ങളൊക്കെ ലേക്കൊന്നും ശ്രദ്ധയില്ല. കോർപ്പറേഷനിലെ BJP ഭരണത്തിൽ വരണം. പ്രാദേശിക വികസനവും പ്രാദേശിക രാഷ്ട്രീയം മാത്രമേ വിഷയമാവുള്ളൂ എന്ന്. അത്രേ ഉള്ളൂ. ഏതായാലും നന്ദി. കാര്യങ്ങളൊക്കെ നടക്കട്ടെ, പ്രചാരണം ഉഷാറായി നടക്കട്ടെ, വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.